ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ്. കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റാണ് ഇതിന്. അതുമാത്രമല്ല കുറച്ച് തട്ടുകട സ്റ്റൈലിലും കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ആക്കുകയുള്ളൂ. അതുമാത്രമല്ല ഇത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് ബിരിയാണി, നെയ്ച്ചോറ്, പൊറോട്ട എല്ലാത്തിൻ്റെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം കറക്റ്റ് സ്റ്റെപ്പ് മനസ്സിലാവാനും ഒന്നും മിസ്സാവാണ്ട് നിൽക്കാനും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഒരു ബൗളിൽ ചിക്കൻ എടുക്കുക. ഇത് മഞ്ഞൾ ഇട്ടിട്ട് വാഷ് ചെയ്തതാണ്. അതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളെ എരിവിനെല്ലാം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കളറ് നല്ലോണം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല ഇതൊക്കെ 1/2 ടീസ്പൂൺ വീതം ചേർക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കണം. ഇനി ഇതുപോലൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്യുക. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇത് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ വിനെഗർ. ഇനി ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇത് രണ്ടും ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതുപോലെ കറിവേപ്പില, മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ഇത് മിക്സ് ചെയ്യുമ്പം കുറച്ച് തിക്കിലാണ് ഉണ്ടാവുക. അപ്പം ഈ ടൈമിൽ നിങ്ങളടുത്ത് തൈര് ഉണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഞാനിതുപോലെ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറക്കണം. എൻ്റെ കയ്യിൽ തൈരില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി പുളിപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഈ ടൈമിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് കാശ്മീരി മുളകിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് കളറ് മാറി ഒന്ന് ചൂടാവണം. ഇനിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇത് അതിലത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചില്ലി ഫ്ലേക്സ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് ചിക്കൻ വേണ്ടത്. മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവണം. നല്ല ടൈറ്റും ആവാറ്, നല്ല ലൂസിലും ഉണ്ടാവാറ്. ഇതുപോലെ മസാല ഇങ്ങനെ പിടിച്ചിരിക്കണം. ഞാൻ എല്ലായിടത്തും മസാല പിടിക്കാൻ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഒരു 10 മിനിറ്റെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇത് എണ്ണ ചൂടായാൽ ഓരോന്നോരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്ന ഇടയ്ക്ക് ഇതുപോലെ വെളുത്തുള്ളി തൊലിയോട് കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും. എണ്ണയിലും ചിക്കനിലും നല്ല ഫ്ലേവർ ഇറങ്ങും. പിന്നെ ഒരു സൈഡ് കുക്കാകുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇത് നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ റെഡ് കളറായിട്ട് വരണം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയാൽ ഇതുപോലെ കോരി മാറ്റിയിട്ട് വീണ്ടും അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അത് ഇതുപോലെ എല്ലാ സൈഡും കുക്കാക്കിയിട്ടെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പിയാണ്. കണ്ടില്ലേ, ഇത് നല്ല ക്രിസ്പിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കഴിച്ചിട്ടും കൂടി കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല, എന്നിട്ട് വരെ നല്ല റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.